ഹലോ ഫ്രണ്ട്സ്, നമ്മൾ നോക്കുന്ന ഡീമൺ സ്ലെയർ ഇൻഫിനിറ്റി കാസൽ ആർക്കിൻ്റെ എപ്പിസോഡ് 23 ആയിട്ടാണ്. മുന്നത്തെ എപ്പിസോഡ് ആരും പോയി കണ്ടിട്ടിട്ട് നമുക്ക് വേഗം തന്നെ കഥയിലേക്ക് പോകാം. എപ്പിസോഡിൻ്റെ ഓപ്പൺ സീനിൽ തന്നെ നടക്കുന്നത് ടാഞ്ചറോനെയാണ്. തീ, എനിക്ക് തീയുടെ മണമടിക്കുന്നു, എന്തോ കത്തുന്ന പോലെ മണക്കുന്നു. നോക്കുമ്പോൾ നമ്മുടെ ഗിയൂസാൻ അവിടെ നിന്ന് തീ കൈയാണ്. ഞാൻ ഒരുപാട് ശക്തി ഉപയോഗിച്ചു, എൻ്റെ രക്തം നിലയ്ക്കുന്നില്ല, അതിനാലാണ് ഞാൻ എൻ്റെ മുറിവിനെ സ്വയം കത്തിക്കുന്നത്. ഗിയൂസാൻ അവൻ്റെ വാള് വരെ കത്തിക്കുന്നത് കാണാം. അപ്പോൾ ടാഞ്ചറോ ചോദിക്കുകയാണ്, നിങ്ങളുടെ സോഡ് പൊട്ടിപ്പോയോ? ടാഞ്ചറോ, എനിക്ക് തോന്നുന്നത് ഞാൻ നിന്റെ ഇടത്തെ കൈക്ക് സമ്മർദ്ദം ചെലുത്തി എന്നാണ്. നിന്റെ മുറിവ് ഉണങ്ങാൻ ഈ തീ മതി. നീ നിന്റെ ഡ്രസ്സ് ഒന്ന് തരുമോ ചോദിക്കുകയാണ്. ഇവര് ഡ്രസ്സ് കത്തിച്ചിട്ടാണ് ഈ തീ ഉണ്ടാക്കുന്നത്. നമ്മളിവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല, ഇനിയുമുണ്ട് ഒരുപാട് ഡീമൺസ്. ടാഞ്ചറോ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഇത് വെറും ചതവ് മാത്രമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവൻ്റെ കൈക്ക് പൊട്ടലുണ്ടെന്ന് ഗീവിന് മനസ്സിലായിട്ടുണ്ട്. അപ്പോഴാണ് ഒരു കാക്ക വരുന്നത്. കാക്ക എന്നിട്ട് പറയാണ്, ഹലോ, അപ്പർ മൂൺ 3നെ നശിപ്പിച്ചു. 3 പേരാണ് അപ്പർ മൂൺ 3നെ നശിപ്പിച്ചത്, ഇനോസുക്കെ, കനോവ ആൻഡ് ഷിനോബു. ഇതൊക്കെ കേട്ട് ടാഞ്ചറോ ചോദിക്കുന്നുണ്ട്, കനോവയ്ക്ക് സുഖമാണോ, ഇനോസുക്കയ്ക്ക് സുഖമാണോ എന്നൊക്കെ. ഇനി മൂസാനെതിരെയാണ് ഞാൻ പോകുന്നത്, ഉറപ്പായിട്ടും ഞാൻ അവനെ കൊന്നുകളയും. അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ മിറ്റ്സുറിനെയാണ്. മിറ്റ്സുറി അങ്ങനെ അപ്പർ മൂൺ 4 ആയിട്ടുള്ള നാക്കിമേനെ കണ്ടിരിക്കുകയാണ്. അപ്പർ മൂൺ ഇത് തന്നെയാണ് അപ്പർ മൂൺ, ഞാൻ അവളെ കണ്ടു. ഷിനോബു, അവൾ അവളുടെ ജീവൻ തന്നെ പണയപ്പെടുത്തി ഒരു അപ്പർ മൂണിനെ കൊന്നു. ഇതിനിടയ്ക്ക് ഒബനായി അങ്ങോട്ട് എത്തുന്നുണ്ട്. ഒബനായി പറയാണ്, ഇതാണ് അപ്പർ മൂൺ 4. അങ്ങനെ നേരെ മിറ്റ്സുറി അവളുടെ സോൾ എടുത്തിട്ട് നേരെ ആ ഡീമനെ അറ്റാക്ക് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ അവൾ ചാടി വന്നിട്ട് അവളുടെ ചാട്ടവാറ പോലത്തെ സോഡില്ലേ അത് കറക്കി കഴിക്കാൻ നേരം അപ്പോൾ തന്നെ നാക്കിമെ അവളുടെ കയ്യിലുള്ള ആ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റിൽ ജസ്റ്റ് ഒന്ന് തൊടുകയാണ്. അപ്പോൾ തന്നെ ഒരു വലിയൊരു ഡോർ വന്നിട്ട് അവളുടെ അറ്റാക്കിനെ അവിടെ തടഞ്ഞു നിർത്തുകയാണ്. ഈ ഒരു അടിയിൽ മിറ്റ്സുരി തെറിച്ചു പോവുകയാണ്. അതായത് മിറ്റ്സുരിക്ക് അറിയില്ല ഇവളെ പവർ എന്താണെന്ന്. ഇവൾ നേരെ ചോര തൊപ്പി താഴോട്ട് പോവുകയാണ്. ഇത് അപ്പർ മൂൺ 4 തന്നെ, ഇതിന് എന്താണ് പവർ എന്ന് അവൾക്ക് പോലും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അപ്പം തന്നെ ഒബനായി നേരെ ചാടി വന്ന് അവളെ രക്ഷിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മിറ്റ്സുറിനോട് പറയാണ്, നമ്മുടെ ശത്രു അതാണ്, എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കറിയത്തില്ല, നല്ലതുപോലെ അതിനെ ചിന്തിക്കണം, എന്നിട്ട് അതിനോട് പോരാടണം. എന്നിട്ട് അവർ രണ്ടുപേരും കൂടെ ചാടി വരികയാണ് വീണ്ടും അവളെ കൊല്ലാൻ വേണ്ടിയിട്ട്. അപ്പോൾ തന്നെ നാക്കിമെ വീണ്ടും ഒരു അറ്റാക്ക് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാം. വീണ്ടും നമ്മുടെ ഒബനായും മിറ്റ്സുരിയും കൂടെ ജോയിൻ ചെയ്തിട്ട് ഫൈറ്റ് ചെയ്യാൻ പോവുകയാണ്. അതായത് ഒരുപാട് ഡോർസ് അവളവിടെ ഓപ്പൺ ചെയ്യാണ്. അതുകൊണ്ട് തന്നെ ഇവൾക്ക് എവിടെ നിന്നാണ് തുടങ്ങേണ്ടത് എവിടെ നിന്നാണ് അവസാനിക്കേണ്ടത് ഒന്നും ഇവൾക്ക് മനസ്സിലാകുന്നില്ല. ഒബനായി ആണെങ്കിൽ ചുറ്റിന് വട്ടിട്ട് എവിടെയെങ്കിലും ഒരു ക്ലൂ കിട്ടുമെങ്കിൽ ഇവിടെ കഴുത്ത് വെട്ടാനായിട്ട് കാത്തുത്തിരിക്കുകയാണ്. അപ്പോൾ തന്നെ ഒരുപാട് ബിൽഡിങ്സ് ഇവരടുത്ത് വരികയാണ് ഇവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒബനായൊക്കെ അതിന് നൈസായിട്ട് മാറുന്നുണ്ട്. പക്ഷേ മിറ്റ്സുരിക്ക് അത്ര പരിചയമില്ലാത്തതിനെ കൊണ്ട് തന്നെ അവൾക്കത് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഒരുപാട് ബിൽഡിങ്സ് ഇവളെ നേരെ അങ്ങോട്ട് വരികയാണ്. അതുകൊണ്ട് തന്നെ ഇവൾക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല, അത്രയ്ക്കും ഫോഴ്സാണ് ഇവൾ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവൾ സോഡ് എടുത്തിട്ട് ആ ബിൽഡിങ്സ് ഒക്കെ കട്ട് ചെയ്ത് വിടുന്നുണ്ട്. അത് കഴിഞ്ഞത് അടുത്തത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അവളുടെ ടെക്നിക്കുകൾ മനസ്സിലാകുന്നുണ്ട്, അവളുടെ ശക്തി തികച്ചും വ്യത്യസ്തമാണ്. പിന്നെ മിറ്റ്സുരി നേരെ നാക്കിമയ്ക്ക് നേരെ അറ്റാക്കിന് ചെല്ലുകയാണ്. അവളിരിക്കുന്ന ആ ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് മിറ്റ്സുരി ഓടിക്കയറുകയാണ്. എന്നിട്ട് അവളുടെ സോഡ് എടുത്തിട്ട് ലവ് ബ്രീത്തിങ് യൂസ് ചെയ്തിട്ട് അവിടെ കഴുത്ത് വെട്ടാൻ പോവാണ്. അപ്പോൾ തന്നെ അവൾ വീണ്ടും അവളുടെ അറ്റാക്ക് എടുക്കുകയാണ്. പക്ഷേ നമ്മുടെ മിറ്റ്സുരി എത്രത്തോളം ഫ്ലെക്സിബിൾ ആണെന്ന് നമുക്കറിയാം, അതേപോലെ തന്നെ സംഭവിക്കുകയാണ്. പക്ഷേ വീണ്ടും ഒരു ടെസ്റ്റ് നടക്കുകയാണ്. വീണ്ടും അവൾ നേരെ അവളെ ട്രാപ്പാക്കുകയാണ്. എന്നിട്ട് അവൾ നേരെ ആ ബിൽഡിങ്ങിന് താഴോട്ട് വീഴുകയാണ്. ഇത് കണ്ടിട്ട് മിറ്റ്സുരിക്ക് അത് വയ്യാണ്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ഒബനായി വരുന്നത്. ഒബനായി സർപ്പൻ ബ്രീത്തിങ്ങിൻ്റെ സെക്കൻഡ് ഫോം യൂസ് ചെയ്തിട്ട് അവിടെ കഴുത്ത് വെട്ടാൻ പോവുകയാണ്. അങ്ങനെ ഒബനായിൻ്റെ സ്നേക്ക് ആ നാക്കിമാൻ്റെ പുറകിലെത്തിയിട്ടുണ്ട്. ഒബനായി ഇപ്പോൾ വിട്ടു എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ തന്നെ വീണ്ടും ഒബനായി നിന്ന ഇൻഫിനിറ്റി കാസ്റ്റലിൻ്റെ ഒരു ഭാഗം ഓപ്പൺ ആവുകയാണ്. ഒബനായി നേരെ താഴോട്ട് പോവുകയാണ്. അവർക്ക് രണ്ടാർക്കുമ്പോൾ പറ്റുന്നില്ല ആ ഡീമനെ എങ്ങനെയാണ് കൊല്ലേണ്ടതെന്ന്, അതിൻ്റെ പവർ എന്താണെന്നോ, ഈ പവർ വെച്ചിട്ട് എങ്ങനെയാണ് അത് ആളുകളെ കൊല്ലുന്നത് എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ രണ്ടുപേര് രണ്ട് ദൂരത്തായി പോവുകയാണ്. അടുത്ത സീരിയൽ കളിക്കുന്ന നമ്മുടെ ഗ്യോമേനെയും മ്യൂച്ചുറനെയാണ്. രണ്ടോളം ഓടിപ്പോവാണ്. നമ്മൾ രണ്ടുപേര് മൂസാൻ്റെ അടുത്ത് എത്താറായി, ഇനി നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോഴാണ് പെട്ടെന്ന് ഒരു ഇൻഫിനിറ്റി കാസ്റ്റിൻ്റെ ഒരു ബിൽഡിംഗ് നമ്മുടെ മ്യൂച്ചുറിനെയും കൊണ്ട് നേരെ പോകുന്നത്. അപ്പോൾ മ്യൂച്ചുറി വിളിച്ചു പറയുന്നുണ്ട്, നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ എന്നെ നോക്കണ്ട, നിങ്ങളെ വഴിക്ക് പോകൂ എന്ന് പറയാണ്. മ്യൂച്ചുറിക്ക് നല്ല പേടിയുണ്ട്, എങ്ങോട്ടാ പോകുന്നത് അവർക്ക് മനസ്സിലാകുന്നില്ല. ഈ ബിൽഡിംഗ് ഇവർ രണ്ടുപേരെ സെപ്പറേറ്റ് ചെയ്യാൻ നോക്കുകയാണ്. അങ്ങനെ മ്യൂച്ചുറോ പെട്ടെന്ന് തന്നെ ഒരു സ്ഥലത്ത് വന്ന് വീഴുകയാണ്. പെട്ടെന്ന് തന്നെ മ്യൂച്ചുറോ ആകെ പാനിക്കായി നിൽക്കുകയാണ്. കാരണം അവനൊരു ഡീമനെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഡീമൻ അവനോട് സംസാരിക്കുകയാണ്. അത് വേറെ ആരുമായിരുന്നില്ല, അപ്പർ മൂൺ 1 ആയിട്ടുള്ള കൊക്കുഷിബോ ആയിരുന്നു. മ്യൂച്ചുറോ ആകെ പേടിച്ച് അപ്പർ മൂൺ 1 എന്ന് പറയാണ്. അപ്പം തന്നെ കൊക്കുഷിബോ പറയാണ്, നിന്നെ നല്ല പരിചയം തോന്നുന്നു എന്ന് പറയാണ്. മ്യൂച്ചുറയും കൊക്കുഷിബോയും നേർക്ക് നേർ നിൽക്കുന്നതോടുകൂടി ഈ ചാപ്റ്റർ ഇവിടെ എൻഡ് ആയിരിക്കുകയാണ്.